ഹലോ ഗൈസ്, അവസാനം ഞാനും സെല്ലും ദുബായിലേക്ക് പറക്കാൻ പോവാണ്. ഈ മുതലിനെയും കൊണ്ട് എങ്ങനെ ഞാൻ അവിടെ എത്തും എന്നുള്ളൊരു ബേജാറുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലെത്തി ബോർഡിംഗ് പാസിന് ക്യൂ നിൽക്കാനൊന്നും ആൾക്ക് നേരല്ല. ഞങ്ങൾ 3 പേര് ഒരുമിച്ചായിരുന്നു കേട്ടോ പോയിണ്ടായിരുന്നത്. ഞാനും സെല്ലും ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ഉണ്ടായിരുന്നേ. എനിക്ക് സെല്ലുവിനും ഫസ്റ്റ് തന്നെ ലഗേജ് കെറ്റി ബോർഡിംഗ് പാസ് കിട്ടിട്ടോ, പക്ഷെ അവൾക്ക് കിട്ടിയില്ല. റീസൺ എന്താണെന്നറിയാം, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ലഗേജ് വെയിറ്റ് നോക്കിയപ്പോൾ കൊണ്ടുപോകാൻ പറ്റി പാകത്തിനായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്ന് അവർ നോക്കിയപ്പോൾ 2 kg അധികം കുടുങ്ങിയില്ലേ. പിന്നെ ട്രോളി ഓപ്പൺ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് നമ്മളെ വെയിറ്റ് ഒപ്പിച്ചെടുത്തിട്ടോ. 2:20 ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. 2:20 ഫ്ലൈറ്റ് വെതറിന്റെ റീസണോട് 3 മണിക്കൂർ വൈകുമെന്ന് പറഞ്ഞു. 3 മണിക്കൂർ എന്ന് കേട്ടപ്പോൾ ശരിക്കും നെട്ടി. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് 3:30 ആകുമ്പോഴേക്കും ഫ്ലൈറ്റ് ഇവിടെ എത്തി. സെല്ലുക്ക് എയറോപ്ലെയിനിൽ പോകണം അമ്മ എന്ന് എപ്പോഴും പറയുന്ന ആള് എയറോപ്ലെയിനിൽ കയറിയപ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോയിട്ടോ. ദുബായിൽ എത്തുന്നേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഈ ഒരു കാഴ്ച കേട്ടോ. എല്ലാവരും ഉറങ്ങിയിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ടൈം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിച്ച് ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷനുമായിട്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് അവിടെ ഇറങ്ങിയത് കേട്ടോ. എപ്പോഴും റീൽസിൽ ഇങ്ങനെ കാണുന്ന സംഭവമല്ലേ. എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പം ആളെ മീറ്റ് ചെയ്യും, ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക. സംഭവം ഏതായാലും മൂഞ്ചി. ഞങ്ങൾ ദുബായ് എയർപോർട്ടിൽ ഇനി പോയിണ്ടായിരുന്നത് റാസൽ ഖൈമയിലേക്കായിരുന്നു. അവിടെ കാർ പാർക്ക് ചെയ്യാൻ വരെ ഭയങ്കര നിയമങ്ങളായതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയില്ല. ഇക്കൻ്റെ ഫ്രണ്ട് മാത്രം ഇറങ്ങി. പിന്നെ റൂമിലെത്തിയപ്പോൾ കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ബൈ.